വർഗീയ ശക്തികളെ ആശ്രയിച്ചുകൊണ്ടുള്ള LDF സർക്കാരിന്റെ നയങ്ങൾ പുറത്തായതോടുകൂടി KPCC സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അഗ്നിജാല പ്രതിഷേധമൊരുക്കി കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി നേതൃത്വം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം, കട്ടപ്പന, 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്. മതനിരപേക്ഷയ്ക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി അധികാരത്തിലേറിയ LDF സർക്കാരിന്റെ RSS സംഘപരിവാർ ബന്ധങ്ങൾ പുറംപൂച്ചാവുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുദാഹരണമാണ് LDF കൺവീനർ EP ജയരാജൻ BJP നേതാവ് ജാവേദ്കറെ കണ്ടതെന്നും ഇത്തരത്തിലുള്ള LDF സർക്കാരിന്റെ നയങ്ങൾ പൊതുജനത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുവാനുള്ള KPCCയുടെ നിർദ്ദേശപ്രകാരം ആഹ്വാനം ചെയ്ത സമര പരിപാടികളുടെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. അധികാരത്തിൽ വന്നവരിപ്പോൾ എല്ലാരെയും ശരിയാക്കി നാട് കട്ടുപിടിക്കുന്നു രാജിവെക്കൂ, പുറത്തു പോകൂ. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് വാളാടി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയെ ഊന്നൽ നൽകി തെരുവ് പ്രസംഗം നടത്തുന്ന ഇടതുപക്ഷം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ADGP RSSന്റെ നേതാവുമായി ചർച്ച നടത്തിയ വിഷയം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ LDF കൺവീനർ RSS നേതാവിനെ കണ്ടത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും DCC ജനറൽ സെക്രട്ടറി R ഗണേശൻ പ്രതിഷേധ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ന് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ DGPക്ക് ശേഷം ഉന്നത പദവി വഹിക്കുന്ന ഒരു ADGP MR അജിത് കുമാർ എന്ന് പറയുന്നയാൾ RSSന്റെ മേധാവിയെ കണ്ട് രഹസ്യ ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം നമ്മൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മിസ്റ്റർ പിണറായി വിജയൻ, കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ പറയണം, എന്തിനു വേണ്ടിയാണ് ഈ LDFന്റെ കൺവീനറായിരുന്ന EP ജയരാജൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജാവേദ്കറെ കണ്ടതെന്നും ഈ ജനങ്ങളോട് വിവരിക്കാനുള്ള ബാധ്യത പിണറായി വിജയനുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ IAS റാങ്കുള്ള ഒരു ADGP MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP RSSന്റെ മേധാവിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നുവെങ്കിൽ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞു വിട്ടിട്ടാണ് EP ജയരാജൻ ജാവേദ്കറെ കണ്ടതും MR അജിത് കുമാർ RSS മേധാവിയെ കണ്ടതും. പിണറായി വിജയന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈട് കയറി പിണറായി വിജയന്റെ വീട്ടിൽ ഏയാതിരിക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ RSSുമായി രഹസ്യ ബാന്ധവം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേരളം ഭരിക്കുന്നതിന് RSSും CPMും നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. അതിനെതിരെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരപരിപാടിയുമായി ഈ സർക്കാരിനെതിരെ മുൻപോട്ട് വന്നിട്ടുള്ളത്. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, നേതാക്കളായ PT വർഗീസ്, N ഷാൻ, പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക മകേഷ്, K മാരിയപ്പൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ അരുവിപ്ലാക്കൽ, വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് N അഖിൽ, നേതാക്കളായ നജീബ് തേക്കിൻകാട്ടിൽ, N മഹേഷ്, വിഘ്നേഷ് തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം.
16 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന. പഴയ മുറിവുകൾ, അൾസർ, വെരിക്കോസ്, നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ. ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു. ആയുർധാര പാരമ്പര്യ നാട്ടുചികിത്സാലയം കട്ടപ്പന 20 ഏക്കർ. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 6 മണി വരെ സേവനം ലഭ്യമാണ്.